Hi friends, welcome to Build from Zero. ഇത് നമ്മുടെ തേർഡ് വീഡിയോ ആണ് ഇൻ അവർ ജിൻ ബാക്ക് ആൻഡ് ഡെവലപ്മെന്റ് സീരീസ്. ഈ സീരീസിൽ നമ്മൾ മെയിൻലി നമ്മുടെ തൊട്ട് മുമ്പത്തെ പാർട്ട് 2-ൽ അൺഫിനിഷ്ഡ് ആയത് വെച്ചിരിക്കുന്ന കുറച്ച് ക്രെഡിൻ്റെ ബാലൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ദെൻ പ്രോജക്റ്റ് സെറ്റപ്പ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് വീഡിയോയിൽ ഡൊമൈൻ നെയിം, റൂട്ടിംഗ് ആൻഡ് സെർവർ സെറ്റപ്പ്, ദെൻ ജിറ പ്രോജക്റ്റ് മാനേജ്മെന്റ് സെറ്റപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോസ് രണ്ടും കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി കണ്ടിന്യൂഷൻ കിട്ടും. ദെൻ നമുക്ക് ഗോലാങ്ങിൻ്റെ ബേസിക്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോലാങ് എന്താണെന്നുള്ളതും അതിൻ്റെ ഫുൾ ഒരു ബിഗിനർ ടു എക്സ്പെർട്ട് ലെവലിലോട്ട് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യാനുള്ള ടാസ്കുകൾ എന്താണെന്ന് അറിയാനായിട്ട് ജിറ ബോർഡിലോട്ട് വന്നേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ ഒരു ലിസ്റ്റാണ് നെക്സ്റ്റ് ചെയ്യാനുള്ളത്. ഇപ്പം ഞാനതെടുത്ത് ഇൻ പ്രോഗ്രസ്സിലോട്ട് മാറ്റാണ്. ദെൻ നമുക്ക് ക്രെഡ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് യൂസർ ലോഗിൻ ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്കപ്പോൾ ലിസ്റ്റ് ഫിനിഷ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് VS കോഡിലോട്ട് പോകാം. VS കോഡിൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച കോഡിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ ക്രിയേറ്റ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് പുതിയൊരു ഹാൻഡലറിനെ ക്രിയേറ്റ് ചെയ്യാണ്, ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് യൂസേഴ്സിൻ്റെ ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. സോ നമുക്കിവിടെ ആദ്യം തന്നെ ചെയ്യേണ്ടത് മോഡൽ ഡോട്ട് യൂസർ ന്യൂ യൂസറാണ് നമ്മളോട്, അത് റിമൂവ് ചെയ്യാം. ദെൻ ഇതെന്തായിരിക്കും റിട്ടേൺ ചെയ്യണത്? മോഡൽസ് ഡോട്ട് യൂസേഴ്സ് ആയിരിക്കില്ല, അതിന് പകരം അറേ ഓഫ് യൂസേഴ്സിനെ വേണം റിട്ടേൺ ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ ഡാറ്റാബേസിൽ നമ്മൾ ഒരു പുതിയ യൂസറിനെ എങ്ങനെ റിട്രീവ് ചെയ്യണമെന്ന് ചെക്ക് ചെയ്യാനായിട്ട് GoRMൻ്റെ ഡോക്യുമെൻറ്റേഷനിലോട്ട് പോകാം. അപ്പോൾ അവിടെ നമുക്കിവിടെ കാണാൻ പറ്റും, നിങ്ങളിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും റിട്രീവ് ഓൾ ഒബ്ജക്റ്റ്. ഈ പേജിന് ശേഷം നോക്കിയാൽ മതി. ദെൻ നമുക്കിവിടെ റിട്രീവ് ഓൾ ഒബ്ജക്ട്സ് ഉണ്ട്. അതെങ്ങനെയാണ്? യൂസേഴ്സിൻ്റെ അറേനെ നമ്മൾ പോയിന്റ് ചെയ്ത് കൊടുത്തേക്കാണ്. ഓക്കെ, സ്ലൈസിനെ പോയിന്റ് ചെയ്ത് കൊടുത്തേക്കാണ്. db.find ഇത് കോപ്പി ചെയ്യുക. ദെൻ നമ്മളത് തന്നെ റീയൂസ് ചെയ്യാണ്. ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ യൂസർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മൾ യൂസേഴ്സ് ദെൻ സ്ലൈസ് ഓഫ് മോഡൽസ് ഡോട്ട് യൂസർ. ഓക്കെ, അത് എംപ്റ്റി ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. ദെൻ ഈ യൂസേഴ്സിനാണ് നമ്മളിവിടെ പാസ് ചെയ്യാനായിട്ട്. അത് ഓൾറെഡി പാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡാറ്റാബേസ് ഇരിക്കുന്നത് ഡാറ്റാബേസ് ഡോട്ട് db.find. റിസൾട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, ഞാൻ അതുകൊണ്ട് ഈ ലൈനൊന്ന് ഒഴിവാക്കണം. നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് വെരിഫൈ ചെയ്യണം, അതിൻ്റെ എറർ ചെക്കിങ് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഡാറ്റാബേസ് ഇത് കിട്ടി. ദെൻ നമുക്ക് വേണമെങ്കിൽ ഒരു ചെക്ക് കൂടെ ചെയ്യാൻ പറ്റും, അതായത് എംപ്റ്റി ഐറ്റം ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ നില്ല് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല, ഞാൻ ജസ്റ്റ് യൂസേഴ്സ് റിട്രീവ് ചെയ്ത് ഞാൻ റിട്ടേൺ ചെയ്യണം. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് മാനേജറിൽ യൂസർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാൻഡ്ലേഴ്സിലോട്ട് പോകാം. ഹാൻഡ്ലേഴ്സിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് യൂസർ ക്രിയേറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ അതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ ഇത് റീനെയിം ചെയ്ത് ലിസ്റ്റ് നോക്കാണ്. ദെൻ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡാറ്റ ഒന്നും ഇൻപുട്ട് ചെയ്യുന്നില്ല, ഡയറക്റ്റ് യൂസർ ഡാറ്റ റിട്ടേൺ ചെയ്യാതെ. അപ്പോൾ യൂസർ മാനേജറിൽ നിന്ന് ലിസ്റ്റിന് നമ്മൾ എടുക്കുകയാണ്, റിട്ടേൺ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ലിസ്റ്റ് കിട്ടും. നമുക്ക് ഈ ആർഗ്യുമെൻറ്റിൻ്റെ ആവശ്യമില്ല, അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യാം. ഓൾറെഡി ഇനി ഹാൻഡ്ലറിൽ നമുക്കിവിടെ യൂസേഴ്സിനോട് കിട്ടും. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. എറർ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഫെയിൽ ടു ലിസ്റ്റ് യൂസേഴ്സ് ഇതിനെ മാറ്റിയിട്ട്, ഇത് ആക്ച്വലി എറർ ഹാൻഡ്ലിങ് നമ്മൾ ചെയ്യണം. ഞാനിപ്പോൾ ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ എങ്ങനെ എഴുതി വെച്ചത്. നമ്മളതിലിപ്പോൾ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ലിസ്റ്റ് ഓഫ് ഓൾ യൂസേഴ്സിനെ റിട്രീവ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി go.run.main.go. ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യാൻ മറന്നുപോയി. നമ്മളിവിടെ അതിൻ്റെ എൻഡ് പോയിൻ്റ് ആഡ് ചെയ്തില്ല. ലിസ്റ്റിൻ്റെ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗെറ്റാണ്. ദെൻ ഹാൻഡ്ലർ മാറ്റാൻ ലിസ്റ്റ് ആക്കാം. ഓക്കെ, നമുക്ക് ഇനി പോസ്റ്റ്മാനിലോട്ട് പോകാം. പോസ്റ്റ്മാനിൽ API/users. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും എല്ലാ യൂസേഴ്സും ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ID ഇത് ക്യാപിറ്റൽ ആണ്, പക്ഷേ ഇതെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. ഞാനത് അടുത്തൊരു സെഷനിൽ ചെയ്ത് എങ്ങനെ റീനെയിം ചെയ്ത് ഇതെങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെക്ക് ചെയ്യാം. പക്ഷേ തൽക്കാലം ഇപ്പോൾ നമുക്ക് യൂസേഴ്സ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിനും IDs കാണാൻ പറ്റും. ഓക്കെ,
അപ്പോൾ നമ്മുടെ ലിസ്റ്റ് യൂസർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ ഇത് ഒരു പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തതിലോട്ട് കമ്മിറ്റ് ചെയ്യുകയാണ് കോഡ്. സോ നമുക്ക് പുതിയൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാം. ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഗിറ്റ് സ്റ്റാറ്റസ് 2 ഫയൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ ബ്രാഞ്ചിൽ ഞാനിത് കമ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ടെർമിനൽ യൂസ് ചെയ്യണില്ല. നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. GitHub ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ കമ്മിറ്റ് മെസ്സേജ് കൊടുക്കുക. കംപ്ലീറ്റ് യൂസർ ലിസ്റ്റിംഗ്. ഓക്കെ, പുതിയ ബ്രാഞ്ച് ഞാൻ പബ്ലിഷ് ചെയ്തു. നമുക്ക് ഇനി നെക്സ്റ്റും ഇത് ഈ ബ്രാഞ്ചിൽ തന്നെ ചെയ്യാം, കാരണം ചെറിയ ടാസ്കുകളായതുകൊണ്ട്. ഓക്കെ, ലിസ്റ്റിങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് യൂസർ അപ്ഡേറ്റും ഡിലീഷനും ആണ്. അതിന് ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഡീറ്റെയിൽ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി ഉണ്ട്. കാരണം നമ്മൾ ഒരു ഇൻഡിവിജ്വൽ യൂസറിന് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം കിട്ടണമെങ്കിൽ, നോർമലി നമ്മൾ ലിസ്റ്റിംഗ് API ഇപ്പോൾ നമ്മൾ എല്ലാ ഡാറ്റയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നോർമലി നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആവശ്യമില്ല. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതൊന്നും നമ്മളിവിടെ കൊടുക്കില്ല. അതിന് പകരം ലിസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ടേബിളായിരിക്കും. ആ ടേബിളിന് വേണ്ട ആ ഫീൽഡ്സ് മാത്രമായിരിക്കും ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ഡീറ്റെയിൽ വ്യൂ വേണം. ഡീറ്റെയിൽ വ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ യൂസേഴ്സ്/ ഇതിൻ്റെ ID കൊടുക്കണം. ഇപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ആ 1 മാത്രം വരണം. അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ VS Codeലോട്ട് പോവാണ്. ദെൻ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചേക്കണ ലിസ്റ്റ് ഞാനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, VS Codeൽ നമ്മൾ D എന്ന് പറഞ്ഞ കമാൻഡ് D നമ്മൾ ഷോർട്ട് കട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഡീറ്റെയിൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും അതിൻ്റെ റൗട്ട് വന്നത്. അത് ആക്ച്വലി ഇവിടെ നമ്മളൊരു കോളൻ കൊടുത്തിട്ട് യൂസർ ID എന്ന് കൊടുക്കും. ഓക്കെ, ഇങ്ങനെ കോളൻ കൊടുത്തിട്ട് നമുക്ക് ഈ യൂസർ ID എന്ന് പറഞ്ഞ ഒരു കീ ആയിട്ട് കിട്ടും. കീയുടെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് ആ IDനെ കിട്ടും. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ദെൻ യൂസർ ഡീറ്റെയിൽ, നമ്മളിവിടെ ഡീറ്റെയിൽ വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് ആ യൂസർ ID റിട്രീവ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ യൂസർ ID it will be context.params.get. ഇവിടെ കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത അതേ സ്ട്രിങ്ങിന് വേണം കൊടുക്കാനായിട്ട് യൂസർ ID എന്നുള്ളത്. ഞാനത് ഇവിടെ കൊടുത്തു. ഇത് ആക്ച്വലി എറർ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഒന്ന് സ്ട്രിങ്ങും ദെൻ ബൂളിയനും. അപ്പോൾ അത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. അണ്ടർസ്കോർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ ഓക്കെ എന്ന് കൊടുക്കാം. നോർമലി ഇതിനെ കോമ ഓക്കെ സിൻടാക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇഫ് നോട്ട് ഈക്വൽ ടു നോട്ട് ട്രൂ ദെൻ നമുക്കൊരു എറർ റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഇൻവാലിഡ് യൂസർ ID. നമുക്ക് ഇവിടെ എറർ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ നമുക്കിത് ആക്ച്വലി എറർ റെസ്പോൺസ് റിട്ടേൺ ചെയ്യണം. തൽക്കാലം ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്യണം. ഇത് നമുക്ക് യൂസർ ID കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ യൂസർ ID ഉപയോഗിച്ചിട്ട് ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്ത പോലെ തന്നെ പുതിയൊരു ഇത് ക്രിയേറ്റ് ചെയ്യാണ്, ഗെറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂസർ ID ഫസ്റ്റ് തന്നെ വേണം നമുക്ക്. അപ്പോൾ അത് ഞാനിവിടെ ആഡ് ചെയ്യണം. യൂസർ ID ആയാലും മതി, ID സ്ട്രിങ്. ഓക്കെ, ദെൻ റിട്ടേൺ ചെയ്യേണ്ടത് നമുക്ക് യൂസറിനാണ് റിട്ടേൺ ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ എറർ. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് യൂസറിന് റിട്രീവ് വേണമെന്ന് നോക്കാം. ഡോക്യുമെൻറ്റേഷനിലോട്ട് പോവാം. അതിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ യൂസറിനെ എങ്ങനെ റിട്രീവ് ചെയ്യാൻ പറ്റും നോക്കാം. റിട്രീവിങ് ഒബ്ജക്റ്റ് വിത്ത് പ്രൈമറി കീ, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ അതൊന്ന് കോപ്പി ചെയ്യണം. ദെൻ ഗോ ബാക്ക് ടു മാനേജർ. ഓക്കെ, നമുക്ക് model.db database.db ഇമ്പോർട്ട് ചെയ്യാം. database.db ഫസ്റ്റ് യൂസർ വേണം. അപ്പോൾ ഞാൻ ഇവിടെ ഇതൊന്ന് റീനെയിം ചെയ്ത് യൂസർ ആക്കാണ്. സ്ലൈസ് അല്ല, ഇൻഡിവിജ്വൽ ആണ്.
ഓക്കെ. സോ ദെൻ ഐ ഡി വേണം. ഐ ഡി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇവിടെ നിന്ന് റിട്രീവ് ചെയ്ത ഐ ഡി അത് തന്നെ പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ യൂസറിനെ കിട്ടി. ദെൻ നമുക്ക് ഇതിനെ റിട്ടേൺ ചെയ്യാം, യൂസറിന് റിട്ടേൺ ചെയ്യാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു എറർ ചെക്കിങ് കൂടി ചെയ്യാം, റിട്രീവ് സക്സസ്ഫുൾ ആണോ ഫെയിൽ ആണെന്നുള്ളത്. ഞാനിപ്പോൾ തൽക്കാലം എല്ലാം ട്രൂ കേസസ് എഴുതാണ്, എറേഴ്സ് എല്ലാം നമുക്ക് പിന്നെ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് യൂസറിനെ ഗെറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാനിനി ഹാൻഡ്ലേഴ്സിലോട്ട് പോകണം. ഹാൻഡ്ലേഴ്സിൽ നമ്മളിവിടെ യൂസർ ഐ ഡി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇത് മാറ്റിയിട്ട് ഗെറ്റ് എന്നാക്കാണ്. ഗെറ്റ് ദെൻ ഐ ഡി പാസ് ചെയ്യണം, യൂസർ ഐ ഡി. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, യൂസറിനെ കിട്ടും, യൂസർ ഒബ്ജക്റ്റിനെ കിട്ടും. ഇനി ഇത് നമ്മൾ റിട്ടേൺ ചെയ്യും. ഓക്കെ, യൂസർ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് യൂസർ ഡീറ്റെയിൽ വ്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിനി പോസ്റ്റ്മാനിലോട്ട് പോവാം. നമുക്കിവിടെ ലിസ്റ്റ് എ പി കണ്ട് ഇവിടെ നമുക്ക് 1 എന്ന് പറഞ്ഞ ഐ ഡി ഉണ്ട്. അപ്പോൾ നമുക്കത് ആ ഐ ഡി ആണ് യൂസ് ചെയ്യുക. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ദെൻ ഇതിൻ്റെ നെയിം നമുക്ക് യൂസർ ഡീറ്റെയിൽ എന്ന് കൊടുക്കാം. then ഇവിടെ ഞാൻ ഗെറ്റ് തന്നെയാണ്, ഞാൻ 1 കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഇൻഡിവിജ്വൽ യൂസറിനെ മാത്രം റിട്രീവ് ചെയ്യാൻ പറ്റി. ഓക്കെ, അതാണ് നമ്മുടെ യൂസർ ഡീറ്റെയിൽ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ടാസ്ക് ഒന്ന് ഡൺ ആക്കാം. ഇനി ഞാനപ്പോൾ ഇത് ഡൺ ആക്കാണ്. അതിന് മുമ്പ് ഞാൻ ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് ഓക്കെ, ഞാനപ്പോൾ ഇതൊന്ന് കമ്മിറ്റ് ചെയ്യണം. യൂസർ ഡീറ്റെയിൽ എ പി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് യൂസർ ഡിലീഷൻ ഉണ്ട്, അതേപോലെ തന്നെ അപ്ഡേറ്റ് ഉണ്ട്. അത് ഞാനിവിടെ ആഡ് ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ആ ഫസ്റ്റ് തന്നെ ഡിലീഷൻ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ ബാക്ക് ടു VS Code. നമ്മളിപ്പോൾ ചെയ്തതാണ് ഡീറ്റെയിൽ വ്യൂ ആണ്. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യണം, സോറി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഡിലീറ്റ്. ഓക്കെ, ഡിലീറ്റിൻ്റെയും ഏകദേശം സെയിം ആണ്. ആകെ ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് HTTP ഗെറ്റിന് പകരം ഡിലീറ്റ് മെത്തേഡായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം സെയിം ആണ്. ഇത് മാറ്റി ഡിലീറ്റ് ആക്കണം. ഓക്കെ, ഈ ഡിലീറ്റ് മെത്തേഡിൽ വന്നു കഴിയുമ്പോൾ ഐറ്റം യൂസറിനെ റിട്രീവ് ചെയ്തു. ദെൻ ഈ ഗെറ്റിന് വരെ നമുക്ക് ഡിലീറ്റ് വേണം കൊടുക്കാനായിട്ട്. ദെൻ നമുക്ക് ആ ഡിലീറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം അവിടെ യൂസർ മാനേജറിൽ. നമുക്ക് യൂസർ മാനേജറിലോട്ട് പോകാം. അവിടെ ഗെറ്റ് ഉണ്ട്, ദെൻ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, ഡിലീറ്റ് കൊടുക്കാം. ഇനി എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഡോക്യുമെൻറ്റേഷൻ പോയി നോക്കാം. ഏറ്റവും മുകളിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ക്രെഡ് ഉണ്ട്, അതിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, യൂസറിന് പല മെത്തേഡ്സിൽ ചെയ്യാനത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബാച്ച് ആയിട്ടും കാര്യങ്ങൾ, അതേപോലെ തന്നെ IDs സ്പെസിഫൈ ചെയ്തത് ചെയ്യാൻ പറ്റും. ഞാനപ്പോൾ ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ യൂസറിനെ റിട്രീവ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് യൂസറിനെ റിട്രീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ യൂസർ ഇല്ലാതെ ഒരു എറർ റെസ്പോൺസ് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ ID പാസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഓൾറെഡി ഗെറ്റ് ചെയ്യണത് കൊണ്ട് ഞാൻ ഈ ഡിലീറ്റ് നേരെ ഇവിടെ നിന്ന് യൂസ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ യൂസറിനെ ഓൾറെഡി റിട്രീവ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി അതിനെ ഡിലീറ്റ് ചെയ്താൽ മതി. db.delete database.db delete user. ഓക്കെ, സോ നമ്മളിവിടെ യൂസറിനെ ഡിലീറ്റ് ചെയ്തു. ഇത് നമുക്ക് ഇതിൻ്റെ റിട്ടേൺ ആയിട്ട് ആക്ച്വലി ഒന്നുമില്ല, എറർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യണം ഇവിടെ നിന്ന്. സോ എറർ ഉണ്ട്, എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എറർ റിട്ടേൺ ചെയ്യാം. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും പ്രോബ്ലം വരാണെങ്കിൽ നമുക്ക് ഇവിടെ റിട്ടേൺ ചെയ്യാം. ഇപ്പം ഞാൻ നോർമൽ കേസിൽ എന്താ പറയുക,
സക്സസ് കേസസ് മാത്രം നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്ത് പോവാണ്. എറേഴ്സ് എല്ലാം പിന്നെ ഹാൻഡിൽ ചെയ്യാം. എറേഴ്സ് മാത്രമുള്ള എഡ്ജ് കേസസും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഡിലീറ്റ് നമ്മളിവിടെ നിന്ന് എടുത്തു. യൂസർ ഹാൻഡലർ ID പാസ് ചെയ്തു. നമുക്ക് ആക്ച്വലി എറർ മാത്രം റിട്ടേൺ പോകും. ഓക്കെ, ദെൻ നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഞാൻ തൽക്കാലം ഇത് JSON ആക്ച്വലി JSON സ്റ്റാറ്റസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫുൾ എറർ ഹാൻഡ്ലിങ്ങിൻ്റെ ഒരു കാര്യം ഞാനിവിടെ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു കോമണിലോട്ട് പോവാം. അവിടെ ഞാനൊരു പുതിയൊരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. റെസ്പോൺസ് റിക്വസ്റ്റ് റെസ്പോൺസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്? ഒരു മെസ്സേജാണ്. ദെൻ ഒരു സ്റ്റാറ്റസ് കോഡ് വേണം. സ്റ്റാറ്റസ് കോഡ് എന്ന് പറയുന്നത് സ്റ്റാറ്റസ്, അതൊരു ഇൻറ്റിജർ ആയിരിക്കും. ഓക്കെ, ദെൻ ഞാനിവിടെ ഒരു പുതിയ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ, അതിൽ നമുക്ക് വേണ്ടത് റെസ്പോൺസ്, സക്സസ് റെസ്പോൺസ്. അതിൽ നമ്മൾ റിട്രീവ് ചെയ്യേണ്ടത് മെസ്സേജാണ്, സ്ട്രിങ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഇവിടെ ചെയ്യേണ്ടത്, ഓക്കെ, അതിൻ്റെ ഒപ്പം നമുക്ക് കോണ്ടെക്സ്റ്റും കൂടി വേണം. ജിന്നിൻ്റെ കോണ്ടെക്സ്റ്റാണ്, അപ്പോൾ അത് ജിൻ ഡോട്ട് കോണ്ടെക്സ്റ്റ്. ഓക്കെ, നമുക്ക് കോണ്ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ സോറി, ഇതൊരു പോയിൻ്റർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് കോണ്ടെക്സ്റ്റ് ഡോട്ട് JSON, പിന്നെ HTTP സ്റ്റാറ്റസ് കോഡ് വേണം. അപ്പോൾ അത് ഞാൻ സക്സസ് റെസ്പോൺസിൻ്റെ പ്രിൻറ്റ് 200 ആയിരിക്കും. സോ HTTP ഡോട്ട് സ്റ്റാറ്റസ്. ഓക്കെ, ദെൻ ഒരു മെസ്സേജ് വേണം. മെസ്സേജ് എന്ന് പറയുന്നത് റിക്വസ്റ്റ് റെസ്പോൺസ് ഒബ്ജക്റ്റ് ആയിരിക്കും. റെസ്പോൺസ് ഈക്വൽ ടു റിക്വസ്റ്റ് റെസ്പോൺസ് ഒബ്ജക്റ്റ് ആയിരിക്കും. അതിൽ നമ്മൾ ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്ന സെയിം മെസ്സേജാണ് യൂസ് ചെയ്യാം. മെസ്സേജ് ദെൻ സ്റ്റാറ്റസ്. സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എപ്പോഴും 200 ആയിരിക്കും, കാരണം ഇത് സക്സസ് റെസ്പോൺസ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ റെസ്പോൺസ് ആയിരിക്കും ഇവിടെ റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇത് JSON ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ JSON ആണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഫീൽഡ് ടാഗ്സ് യൂസ് ചെയ്യണം. JSON ദെൻ അതിൻ്റെ നെയിം മെസ്സേജ് എന്നായിരിക്കും. ഓക്കെ, ദെൻ ഇതും ഒരു ഫീൽഡ് ടാഗ് ഉപയോഗിച്ച് നമ്മൾ റിട്ടേൺ ചെയ്യുകയാണ്. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് JSON, ദെൻ അത് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ സ്റ്റാറ്റസ് കൊടുക്കാം. ഓൾറൈറ്റ്, പക്ഷെ ഞാനിവിടെ ഒരു കാര്യം വിട്ടുപോയി. ഇത് ആക്ച്വലി ക്യാപ് കേസ് കൊടുത്താൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സക്സസ് റെസ്പോൺസ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഫെയിലിയർ റെസ്പോൺസും ഇത് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ബാഡ് റെസ്പോൺസ് എന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ബാഡ് റെസ്പോൺസ് ഇവിടെ എന്തായിരിക്കും? ഓക്കേക്ക് വരും ബാഡ് ആയിരിക്കും. സോ ബാഡ് ഗേറ്റ് വേ, സോറി ബാഡ് ഗേറ്റ് വേ വേണ്ട, ബാഡ് റിക്വസ്റ്റ് മതി. ഇതും ബാഡ് റിക്വസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് റെസ്പോൺസ് ഉണ്ട്, സക്സസ് റെസ്പോൺസും ഉണ്ട്, അതേപോലെ തന്നെ ബാഡ് റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സക്സസ് റെസ്പോൺസ് ആദ്യം യൂസ് ചെയ്യാം. യൂസർ ഹാൻഡ്ലറിലോട്ട് പോവാം. ദെൻ ഇവിടെ കോമൺ ഡോട്ട് സക്സസ് റെസ്പോൺസ്, അതിലൊരു മെസ്സേജ് നമ്മൾ പാസ് ചെയ്യണം. സോറി, ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് പാസ് ചെയ്യണം, ദെൻ മെസ്സേജ്.
നെക്സ്റ്റ് നമുക്ക് ഈ API വർക്ക് ചെയ്യണമെന്ന് വെരിഫൈ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ പോസ്റ്റ്മാനിലോട്ട് പോവാണ്. ഇവിടെ നമുക്ക് യൂസർ ഡീറ്റെയിൽ API ഉണ്ട്, ഞാനത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. ദെൻ നമുക്ക് യൂസർ ഡിലീറ്റ് API ക്രിയേറ്റ് ചെയ്യാം. ഡിലീറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഗെറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് മാറിയിട്ട് ഡിലീറ്റ് ആക്കാം. ദെൻ users/id ഞാൻ 2 കൊടുക്കുകയാണ്. ദെൻ നമുക്ക് ഡിലീറ്റ്. Before that we have to run the application. Go run main.go. Okay, then delete. നമുക്ക് ഡിലീറ്റഡ് യൂസർ എന്ന് വന്നിട്ടുണ്ട്, സ്റ്റാറ്റസ് 200 ആണ്. ഓക്കെ, സോ അതിൻ്റെ അർത്ഥം നമ്മുടെ യൂസർ ഡിലീറ്റ് ആയെന്നാണ്. ഞാനപ്പോൾ അതൊന്നും കൂടി വെരിഫൈ ചെയ്യാനായിട്ട് ഡീറ്റെയിൽ വ്യൂവിൽ സെയിം യൂസറിൻ്റെ ഐഡി തന്നെ കൊടുക്കുകയാണ്, 2 എന്ന് പറഞ്ഞിട്ട്. ഞള്ളെന്ന് തോന്നിയത് കാരണം എന്ന് വെച്ചാൽ യൂസർ ഇല്ല. അപ്പോൾ ഞാൻ ആ എറർ ഹാൻഡിൽ ചെയ്യാത്തതുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ആ എറർ ഒന്ന് ഇപ്പോൾ തന്നെ ഹാൻഡിൽ ചെയ്യാം. യൂസർ ഡീറ്റെയിൽ API ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ ഓക്കെ, നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസറിൻ്റെ ID നമ്മൾ വെരിഫൈ ചെയ്യണം, അത് 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇഫ് user.id 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് എററാണെന്നാണ്. അപ്പോൾ നമ്മൾ എറർ റിട്ടേൺ ചെയ്യണം. കോമൺ ഡോട്ട് ബാഡ് റെസ്പോൺസിലോട്ട് ഞാൻ കോണ്ടെക്സ്റ്റ് പാസ് ചെയ്യാണ്. ദെൻ നോ യൂസർ പ്രസൻറ്റ്. ഓക്കെ, റിട്ടേൺ ചെയ്യണം, അതല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഗോ ബാക്ക് ടു പോസ്റ്റ്മാൻ. ഇപ്പോൾ യൂസർ 2 ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒന്നുകൂടി റിട്ടേൺ ചെയ്യുക. അപ്പോൾ നമുക്ക് നോ യൂസർ പ്രസൻറ്റ് എന്ന് വന്നു, 400 വന്നു. ഇവിടെ ബാഡ് റിക്വസ്റ്റ് ആണ്, സ്റ്റാറ്റസ് റിക്വസ്റ്റ് 400 ആണ്. സോറി, അതെ, HTTP റിക്വസ്റ്റിൻ്റെ റെസ്പോൺസ് സ്റ്റാറ്റസ് 400 ആണ്. അപ്പോൾ അങ്ങനെയാണ് എറർ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 200 ആണ് വന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ അതിൻ്റെ സക്സസ് റെസ്പോൺസ്. സോ 200 ആണ് വന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി എറർ ഹാൻഡ്ലിങ് ചെയ്യാം. ഞാൻ ഇനി വീണ്ടും ഒന്നും കൂടി ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ കണ്ടോ ഡിലീറ്റഡ് യൂസർ എന്നാണ് വന്നേക്കുന്നത്. പക്ഷേ അത് നമുക്ക് ഫസ്റ്റ് റിട്രീവ് ചെയ്യാൻ നേരം തന്നെ എറർ അടിക്കും. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു എറർ ത്രോ ചെയ്യാം. ലൈക്ക് ഡിലീറ്റ് ഞാൻ ഇവിടെ ചെയ്തിട്ട് ഇവിടെ ഒരു എറർ വന്നു, പക്ഷേ ഞാനിത് ഹാൻഡിൽ ചെയ്യണില്ല, അതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. ദെൻ ഓക്കെ, സോ ഇതൊക്കെയാണ് ഡിലീറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഈ കോഡ് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്യും. ബേസിക്കലി ഇതൊക്കെ നമുക്ക് റിട്ടേൺ എറർ റെസ്പോൺസ് കൊടുക്കണം. സോ ഞാൻ അതെല്ലാം ഒന്ന് ആഡ് ചെയ്യണം. ഫെയിൽ ടു ഗെറ്റ് യൂസർ. ഓക്കെ, ദെൻ തൊട്ട് മുകളിൽ നമ്മളൊരു ഓക്കെ ഇവിടെയും കൂടി ഞാനത് റിട്ടേൺ ചെയ്യണം. ഫെയിൽ ടു ക്രിയേറ്റ് യൂസർ. ദെൻ നമുക്ക് ഇവിടെ ബൈൻഡ് ഡാറ്റ ഫെയിൽ ആവുകയാണെങ്കിലും സെയിം ഒരു എറർ റിട്ടേൺ ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡിലീറ്റിൽ നമുക്ക് വരുന്നത്. നമ്മളിനി അടുത്തതെന്ന് പറയുന്നത് യൂസർ അപ്ഡേറ്റ് ആണ് നോക്കാൻ പോണത്. ഓക്കെ, സോ നമുക്ക് ഡിലീറ്റ് നമുക്കൊന്ന് സേവ് ചെയ്യാം. വേണ്ടി നമ്മുടെ ഇതിൻ്റെ ID സ്കിൽ മാപ്പ് 15 ആയിരുന്നു, ഞാനതൊന്ന് കോപ്പി ചെയ്യണം. ദെൻ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് കമ്മിറ്റ് ചെയ്ത് നമ്മൾ പുഷ് ചെയ്തു. നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് യൂസർ അപ്ഡേറ്റ് ആണ്. എന്നിട്ട് ഞാനിതൊന്ന് റിവ്യൂ ആൻഡ് ഡൗണിലോട്ട് മാറ്റാണ്. നെക്സ്റ്റ് ഓക്കെ, യൂസർ അപ്ഡേറ്റിൽ ഞാനൊരു ടാസ്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, സോ ഞാനതൊന്ന് ക്രിയേറ്റ് ചെയ്യണം. update user, then
പ്രിൻ്റ് ഞാൻ 4 സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഓൾറെഡി ദെൻ ബോർഡിലോട്ട് നമുക്ക് ആ യൂസറിനെ കാണാൻ പറ്റും. അപ്ഡേറ്റ് യൂസർ ഞാനത് പ്രോഗ്രസ്സിലോട്ട് ആക്കാണ്. അപ്പം നമുക്കിനി ഇതും കൂടി ഒന്ന് ഫിനിഷ് ചെയ്യാം. അപ്ഡേറ്റ് യൂസർ. സോ ഗോ ബാക്ക് ടു VS Code. പിന്നെ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡീക്രിയേറ്റിന് വേണ്ടി ഞാൻ ചെയ്തത് തന്നെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അതിവിടെ പേസ്റ്റ് ചെയ്യാം. ദെൻ അപ്ഡേറ്റ്. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ യൂസർ ക്രിയേഷൻ ഇൻപുട്ട് എന്നാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഒന്നല്ലെങ്കിൽ അത് തന്നെ റീയൂസ് ചെയ്യാം, അതല്ലെങ്കിൽ പുതിയൊരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല. ഞാൻ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു പുതിയത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ യൂസർ നെയിം ഫസ്റ്റ് നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ യൂസർ മോഡൽ യൂസ് ചെയ്യാം. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസർ മോഡൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോം ഹാൻഡ്ലിങ്ങിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഫീൽഡുകൾ നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ യൂസർ മോഡൽ മെയിൻ മോഡലിൽ നമ്മൾ മോഡിഫൈ ചെയ്ത് അതെപ്പോഴും അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് മോഡൽസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനതുകൊണ്ട് ഇവിടെ ഒരു അപ്ഡേറ്റ് ഇൻപുട്ട് നടക്കുകയാണ്. അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനത് സെയിം ആണെന്നാണ് ഞാനൊരു പുതിയ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ന്യൂ അപ്ഡേറ്റ് ഇൻപുട്ടാണ്. ദെൻ ഓക്കെ, ഇത് അപ്ഡേറ്റ്. ഓക്കെ, ന്യൂ യൂസർ അപ്ഡേറ്റ് ഇൻപുട്ട് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നു. ഇനി അത് വേണം നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ ജേസൺ ഡാറ്റ ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. ദെൻ യൂസർ ക്രിയേറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ അപ്ഡേറ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ അപ്ഡേറ്റിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് അപ്ഡേറ്റ് ഇൻപുട്ടായിരിക്കും. യൂസർ അപ്ഡേറ്റ്. ഓക്കെ, ദെൻ ക്രിയേറ്റ് മാറ്റാം, അപ്ഡേറ്റ് ആക്കാം. സോ നമുക്കിവിടെ യൂസർ കുറച്ച് മോഡിഫിക്കേഷൻ കൂടെ വരുത്താനുണ്ട്. ഗെറ്റിൻ്റെ സിമിലറാണ്, അപ്പോൾ ഞാനത് അവിടെ കൊടുക്കുകയാണ്. ദെൻ നമുക്കിവിടെ റിട്ടേൺ ചെയ്യേണ്ടത് എന്താണ്? യൂസറിനെയാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് എക്സിസ്റ്റിംഗ് യൂസറിനെ നമുക്ക് റിട്രീവ് ചെയ്യണം. അപ്പോൾ അതൊന്ന് ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാണ്, ഗെറ്റിൽ നിന്ന് കോപ്പി ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ യൂസറിനെ ഗെറ്റ് ചെയ്യാണ്. ഓക്കെ, സോ നമുക്കിവിടെ യൂസറിനെ ഗെറ്റ് ചെയ്യാനായിട്ടുള്ള ഫീൽഡ് ഇതാണ്. ദെൻ ഇതിനൊപ്പം തന്നെ ഒരു ഫീൽഡും കൂടി പാസ് ചെയ്യണം, യൂസർ ID. ഞാനതും കൂടി ഒന്ന് ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുകയാണ്. അതെന്തായിരിക്കും? സ്ട്രിങ് ആയിരിക്കും. ഓക്കെ, സോ യൂസർ ID ഇവിടെ പാസ് ചെയ്തു. സോ നമുക്ക് ഇവിടെ എന്ത് പറ്റും? ഇവിടെ യൂസറിന് കിട്ടും. ഡാറ്റാബേസ് ഡോട്ട് ക്രിയേറ്റിൻ്റെ ആവശ്യമില്ല നമുക്ക്, കാരണം ഓൾറെഡി ഉള്ള ഡാറ്റയാണ്. സോ നമുക്കിവിടെ യൂസറിനെ കിട്ടും. ഞാൻ യൂസറിനെ അപ്ഡേറ്റ് ചെയ്താൽ മതി. യൂസറിനെ അപ്ഡേറ്റ് ചെയ്യണത് എങ്ങനെ നമുക്കൊന്ന് ഗോറമിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പോയി നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ക്രെഡ് ഇൻ്റർഫേസിൽ അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ എങ്ങനെയാണ് ചെയ്തേക്കുന്നത്? സേവ് ദെൻ കോളംസ് ആയിട്ട് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓൾ ഫീൽഡ്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓക്കെ, യൂസറിനെ എടുക്കുന്നു. ദെൻ db.save ആണ്. നമുക്ക് VS Code തിരിച്ചു പോയിട്ട് അവിടെ ആ ഒരു ഡാറ്റാബേസ് ഓപ്പറേഷൻ ചെയ്യാം. അതിനുവേണ്ടി db.save database.db.save എന്നാണ് നമുക്ക് വേണ്ടത്. സോ അത് ഞാൻ കൊടുത്തു. നമ്മളിവിടെ യൂസറിനെ ആദ്യം റിട്രീവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സേവ് ഓൾ ഫീൽഡ് കൊടുത്തേക്കുന്നത്. ഓക്കെ, സേവ് ഇതിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസറിനെ റിട്രീവ് ചെയ്തതിന് ശേഷം യൂസർ ഡോട്ട് ഫുൾ നെയിം എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യണം ടു ന്യൂ ഡാറ്റ
യൂസർ ഡാറ്റ ഡോട്ട് ഫുൾ നെയിം, അതേപോലെ തന്നെ യൂസർ ഡോട്ട് ഇമെയിലും ചേഞ്ച് ചെയ്യണം. യൂസർ ഡാറ്റ ഡോട്ട് ഇമെയിൽ. ഓക്കെ, സോ ന്യൂ വാല്യൂസ് ആയിരിക്കും നമ്മളോട് സേവ് ചെയ്യാൻ പോണത്. ദെൻ നമുക്ക് ഈ യൂസർ എന്നുള്ള സംഭവം ആവശ്യമില്ല, അപ്പോൾ അത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഈ യൂസറിനെ തന്നെയാണ്, അപ്പോൾ അത് ഞാൻ റിട്ടേൺ ആയിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ പോയിൻ്റർ ആണ് റിട്ടേൺ ചെയ്യാനായിട്ട്, അതുകൊണ്ട് ഞാൻ ഓക്കെ. സോ നമ്മൾ ന്യൂ യൂസറിന് ക്രിയേറ്റഡ് അപ്ഡേറ്റഡ് യൂസറിന് നമ്മൾ റിട്ടേൺ ചെയ്യുകയാണ്. നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഹാൻഡ്ലറിലോട്ട് തിരിച്ചു പോവാം. യൂസർ ഓക്കെ, ഇവിടെ ഇത് മാറ്റി ഞാൻ അപ്ഡേറ്റ് ആക്കണം. അപ്ഡേറ്റ് ഫസ്റ്റ് യൂസർ ഡാറ്റ, ദെൻ അതിൻ്റെ ഐ ഡി വേണം കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ നമുക്ക് ആദ്യം ഐ ഡി കൊടുക്കാം. ആദ്യം നമ്മൾ ആദ്യം ഐ ഡി നമ്മൾ റിട്രീവ് ചെയ്യണം. ഞാനപ്പോൾ അതൊന്ന് കോപ്പി ചെയ്യണം ഇവിടെ നിന്ന്. ഓക്കെ, യൂസർ ഐ ഡി നമുക്ക് ഇവിടെ കിട്ടി, അത് ആദ്യം റിട്ടേൺ ചെയ്യാം. യൂസർ ഐ ഡി ദെൻ യൂസർ ഡാറ്റ. ഓക്കെ, ഞാനിത് ഐ ഡി ഫസ്റ്റ് കൊടുക്കുന്നതാണ് എപ്പോഴും ഒരു റെക്കമെൻഡഡ് ഫ്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഐ ഡി ആദ്യം കൊടുക്കുകയാണ്. എങ്ങനെ കൊടുത്താലും വർക്ക് ചെയ്യും, പക്ഷേ ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്തു. ദെൻ എറേഴ്സ് ഓൺ ഫെയിൽ ടു ക്രിയേറ്റ് വേണ്ടി അപ്ഡേറ്റ് ആക്കാം. ഓക്കെ, സോ ജേസൺ ബൈൻഡ് ചെയ്യുന്നു, ഡാറ്റ ഫെയിൽഡ് ആവുകയാണെങ്കിൽ അപ്പോൾ തന്നെ റിട്ടേൺ നമ്മൾ ഫെയിൽഡ് റെസ്പോൺസ് കൊടുക്കും. ന്യൂ യൂസർ അല്ല നമുക്ക് വേണ്ടത്, അപ്ഡേറ്റഡ് യൂസർ. അല്ലെങ്കിൽ ജസ്റ്റ് യൂസർ എന്ന് കൊടുത്താലും മതി. ഓക്കെ നമുക്കിനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാൻ വേണ്ടി ഞാൻ കോഡൊന്നും കൂടെ റൺ ചെയ്യണം. ഓക്കെ, ദെൻ ഗോ ബാക്ക് ടു പോസ്റ്റ്മാൻ. പിന്നെ ഞാനൊരു പുതിയൊരു API റിക്വസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് യൂസർ ഡീറ്റെയിൽ എന്നുള്ളത് മാറ്റിയിട്ട് യൂസർ അപ്ഡേറ്റ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇതിപ്പോൾ ഗെറ്റ് ആണ്, റിട്രീവ് ചെയ്യുമ്പോൾ നമുക്ക് യൂസർ 2 ഇല്ല, യൂസർ 3നെ റിട്രീവ് ചെയ്യണം. ഓക്കെ, യൂസർ 3 ഉണ്ട്. ദെൻ നമുക്കതൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. എൻ്റെ മെത്തേഡ് ഞാൻ ഏതോ കൊടുത്തേക്കുന്നത്, ആക്ച്വലി അത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഇവിടെ പാച്ച് കൊടുക്കാം, പാച്ച് യൂസർ ഐ ഡി, ദെൻ അപ്ഡേറ്റ്, പ്രോംപ്റ്റ് അഗൈൻ. ഓക്കെ, ഞാനപ്പോൾ പാച്ചാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ബോഡിയിലോട്ട് പോവാം, ബോഡിയിൽ റോ, ദെൻ ഓക്കെ റോ ജേസൺ ആണ് വേണ്ടത്. ഞാനിത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യണം, ദെൻ അത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇങ്ങോട്ട് വന്ന എല്ലാ ഡാറ്റയും ഞാൻ അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തു. ടോം എന്ന് പറയുന്നത് ഞാൻ മാറ്റിയിട്ട് യൂസർ 8 നോക്കാണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ പാച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് റെസ്പോൺസ് വന്നു, ന്യൂ യൂസറാണ് കിട്ടിയത്, യൂസർ 8 എന്നാണ് വന്നേക്കുന്നത്. പക്ഷേ നമുക്കിവിടെ ആക്ച്വലി ഒരു ഇഷ്യൂ ഉണ്ട്, ഫുൾ നെയിം എന്ന് പറയുന്നത് അപ്ഡേറ്റ് ആയിട്ടില്ല. പക്ഷേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കൊടുത്തേക്കുന്നത് ഫുൾ അണ്ടർസ്കോർ നെയിം എന്നാണ്. അപ്പോൾ നമുക്കിവിടെ അങ്ങനെ തന്നെ കൊടുക്കണം, കാരണം JSON ആയിട്ടാണല്ലോ റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിത് മാറ്റിയിട്ട് ഫുൾ അണ്ടർസ്കോർ നെയിം എന്നാക്കാണ്. ദെൻ ഇമെയിലും ഇമെയിൽ തന്നെ ആക്കാം. ഓക്കെ ഞാൻ നമുക്ക് ഫുൾ നെയിമും ഇത് വന്നിട്ടുണ്ട്, കാരണം ഇവിടെ ക്യാമൽ കേസ് ആയതുകൊണ്ട് അണ്ടർസ്കോർ തന്നെ യൂസ് ചെയ്യണം. കാരണം ഞാനിവിടെ JSON ആയിട്ട് അത് അങ്ങനെയാണ് കൊടുത്തത്, അതുകൊണ്ടാണ്. ഇമെയിലിൻ്റെ കേസിൽ കുഴപ്പമില്ല, അതൊരു ഒറ്റ ഫീൽഡാണല്ലോ. ഓക്കെ, സോ നമുക്കത് പുതിയ ഫീൽഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് യൂസർ 8 മാറ്റി 9 ആക്കാണ്. ദെൻ ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോഴും അത് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസർ 3ൻ്റെ ഡീറ്റെയിൽ API ഒന്ന് കോൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഫുൾ നെയിം യൂസർ 9ഉം ഇമെയിൽ യൂസർ 8ഉം ആയിട്ട് വന്നിട്ടുണ്ട്. അത് തിരിച്ച് രണ്ടും 9 തന്നെ ആക്കാണ്. ഓക്കെ, സോ അപ്പോൾ അത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ആക്ച്വലി ഇവിടെ ഈ ഫുൾ ഡീറ്റെയിൽസ് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത്
ഫസ്റ്റ് ഫുൾ നെയിമും ഇമെയിലും മാത്രം മതി. ഓക്കെ, സോ അത് കൊടുത്താൽ അത് വർക്ക് ചെയ്യും. ഓക്കെ, ഞാനിതൊന്ന് 10 ആക്കാണ്. ഓക്കെ, നമുക്ക് 10 ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇതാണ് ഒരു മെത്തേഡ്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ആ ഒബ്ജക്റ്റിനെ റിട്രീവ് ചെയ്തിട്ടാണ് സേവ് ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. നമുക്ക് ബാച്ചായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ പല രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഫുൾ കോളം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ദേഖണ്ട അപ്ഡേറ്റ്സ് മൾട്ടിപ്പിൾ കോളംസ്, ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കോപ്പി ചെയ്യുക. ദെൻ നമുക്കിവിടെ db.models അല്ല, database.models.db ദെൻ മോഡൽസ്. നമുക്ക് യൂസർ ഇവിടെ ഓൾറെഡി ഉണ്ട്. ദെൻ ഈ യൂസറിന് പകരം models.user ഫസ്റ്റ് നെയിം ഫുൾ നെയിം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ യൂസർ ഡാറ്റ ഡോട്ട് ഫുൾ നെയിം. ദെൻ ഇമെയിൽ എന്ന് പറയുന്നതും സെയിം തന്നെ, യൂസർ ഡാറ്റ ഡോട്ട് ഇമെയിൽ. ഓക്കെ, നമുക്കിനി ഈ സേവ് എന്ന് പറയുന്നതിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ യൂസർ ഡോട്ട് ഫുൾ നെയിം ഇതും ആവശ്യമില്ല. ഓക്കെ, നമുക്കിനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഗോ ബാക്ക് ടു പോസ്റ്റ്മാൻ. ഇതൊന്നുകൂടി സെൻഡ് ചെയ്യാണ്. സെയിം റെസ്പോൺസ് തന്നെയാണ് വരുന്നത്. 11 ആക്കി. ദെൻ ഇമെയിൽ ഞാൻ 11 ആക്കി. ഓക്കെ, എപ്പോഴും നമുക്ക് സെയിം റെസ്പോൺസ് തന്നെ വരും. ദെൻ നമുക്കൊന്ന് ഡീറ്റെയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യൂസർ 3 ഗെറ്റ് റിക്വസ്റ്റ്. ഓക്കെ, സോ നമ്മുടെ അപ്ഡേറ്റ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ദെൻ നമുക്ക് ഈ കോഡ് ഗിറ്റിൽ കമ്മിറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ടാസ്ക് skill 18 ഓക്കെ, കംപ്ലീറ്റ് അപ്ഡേറ്റ് API. സോ നമ്മുടെ അപ്ഡേറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി VS കോഡിലോട്ട് പോവാണ്. ദെൻ നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്നുള്ള കാര്യങ്ങൾ. നമുക്ക് മോഡൽസ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ മോഡൽസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇതിൽ നമ്മൾ GoRM മോഡൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഈ ഫീൽഡ്സ് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം കോപ്പി ചെയ്ത് നമ്മുടെ മോഡൽസിലോട്ട് പേസ്റ്റ് ചെയ്താലും അതായാലും മതി. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡിലീഷൻ്റെ ഹുക്കൊക്കെ GoRM ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഡിലീറ്റഡ് അറ്റ് എന്നൊക്കെ പറഞ്ഞ് വരാൻ കാരണം. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ മറന്നുപോയി. നമ്മൾ ഡാറ്റ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ ഡിലീഷൻ ഓപ്പറേഷൻ അല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ സോഫ്റ്റ് ഡിലീറ്റ് ആണ് നടക്കുന്നത്. കാരണം ഇവിടെ ഡിലീറ്റ് ഹുക്ക് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. യൂസർ ഡിലീറ്റ് പോയിട്ട് ഞാൻ യൂസർ 2ന് ഞാൻ യൂസർ 3 ആണ് നമ്മുടെ ഡാറ്റാബേസിലുള്ളത്. അത് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യാണ്. യൂസർ 3 ഡിലീറ്റ് ചെയ്തു. ദെൻ ഞാൻ ഡാറ്റാബേസിൽ പോയിട്ട് ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്യാണ്. ഓക്കെ, പക്ഷെ നമുക്കിവിടെ യൂസർ 3 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആക്ച്വലി ഡിലീറ്റ് ആയിട്ടില്ല. കണ്ടോ, ആ സെയിം ഡാറ്റ എല്ലാം ഡാറ്റാബേസിൽ തന്നെയാണ്. പക്ഷേ ഡിലീറ്റഡ് അറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. കാരണം ഇത് സോഫ്റ്റ് ഡിലീറ്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഈ ഡാറ്റ വീണ്ടും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യൂസറിനെ ഇവിടുന്ന് റിട്രീവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് സോഫ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഡാറ്റ റിട്രീവ് ചെയ്യണമെങ്കിൽ തൊട്ട് മുമ്പായിട്ട് GoRM ഒന്ന് ക്യൂർ ചെയ്ത് നോക്കും. ഡിലീറ്റഡ് അറ്റ് എന്തെങ്കിലും ടൈം സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ അതിന് റിട്ടേൺ ചെയ്യില്ല. ഓക്കെ, സോ ബേസിക്കലി അതൊരു സോഫ്റ്റ് ഡിലീറ്റ് ആണ്. ആക്ച്വൽ ഡിലീഷൻ ഓപ്പറേഷനല്ല നടക്കുന്നത്. പക്ഷേ അതിന് പകരം നമ്മൾ ഈ ഒരു ഹുക്ക് ഇല്ലാതെയാണ് നമ്മൾ മോഡലിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നമല്ല, ഡാറ്റ നേരെ ഡിലീറ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ അതാണ് ഡിലീഷൻ. ദെൻ ഹാൻഡ്ലേഴ്സ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് ലിസ്റ്റ് ഡീറ്റെയിൽ ഡിലീറ്റ് അപ്ഡേറ്റ് എല്ലാം ഹാൻഡ്ലേഴ്സ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കോഡ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാനപ്പോൾ നമ്മുടെ അപ്ഡേറ്റ് യൂസർ എന്ന് പറഞ്ഞ ടാസ്കും ഡൺ ആക്കാണ്. നെക്സ്റ്റ് ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ ചെയ്യാൻ പോവാണ്. അതായത് ഇവിടെ യൂസർ മാനേജർ എന്ന് പറഞ്ഞ ടൈപ്പിനാണ് നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഈ യൂസർ മാനേജർ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതെല്ലാം നമ്മൾ ഡാറ്റാബേസ് ലിങ്ക്ഡ് യൂസർ മാനേജറാണ്. അതായത് യൂസറിൻ്റെ ഡാറ്റ എല്ലാം ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ ചില ആപ്ലിക്കേഷൻസിൽ നമുക്ക് യൂസറിൻ്റെ ഡാറ്റ നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് ആയിരിക്കില്ല റിട്രീവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഗൂഗിൾ ഒതൻറ്റിക്കേഷൻ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസറിൻ്റെ ഇമെയിൽ ഐ ഡിയും
അതേപോലെ തന്നെ ബാക്കിയുള്ള ഇൻഫോർമേഷൻ നമുക്ക് ഗൂഗിളിൻ്റെ API നിന്നായിരിക്കും റിട്രീവ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് ഇൻഫോർമേഷൻസ് നമ്മൾ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യും. അതായത് പാത്ത് ഓഫ് പ്രൊഫൈൽ പിക്ചർ, അത് ആക്ച്വലി നമ്മുടെ ഡാറ്റാബേസിൽ ആയിരിക്കില്ല ഈ ഇമേജസ് സ്റ്റോർ ചെയ്യുന്നത്, ഒരു ഫയൽ പാത്തിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, ഒരു ഫോൾഡറിലായിരിക്കും. അപ്പോൾ അത് അല്ലെങ്കിൽ ഒരു ബ്ലോബ് സ്റ്റോറേജിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ 2 എക്സ്ട്രാ ഇൻഫോർമേഷൻ വന്നു. യൂസറിൻ്റെ ഇമെയിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്നാണ് ഫെച്ച് ചെയ്യുന്നത്, അതേപോലെ തന്നെ പ്രൊഫൈൽ പിക്ചറിൻ്റെ ഇൻഫോർമേഷൻ ഡാറ്റാബേസാണ് ഫെച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് 2 ടൈപ്പ് കേസസ് ഒന്നും തോന്നില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റർഫേസസ് യൂസ് ചെയ്യും. ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ട് ഇത് രണ്ടും സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ യൂസറിന് ലോക്കൽ ഡാറ്റാബേസ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് നമ്മൾ ഡാറ്റാബേസ് യൂസർ മാനേജറിനെ യൂസ് ചെയ്യും. അതല്ല ഗൂഗിൾ ഓതൻറ്റിക്കേഷൻ വേണം നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഗൂഗിൾ ഓതൻറ്റിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള യൂസർ മാനേജറിനെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ അതിനാദ്യമായിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു പുതിയൊരു ടൈപ്പിനെ ക്രിയേറ്റ് ചെയ്യണം. ആ ടൈപ്പ് എന്ന് പറയുന്നത് യൂസർ മാനേജർ ആയിരിക്കും. ഓക്കെ, യൂസർ മാനേജർ എന്ന് പറഞ്ഞ സെയിം പേരാണ് ഞാൻ കൊടുക്കുകയാണ്, ഇൻ്റർഫേസ്. ദെൻ ഇത് ഞാൻ സ്മോൾ ലെറ്റർ യൂസർ മാനേജർ നോക്കുകയാണ്. ഓക്കെ, സോ അപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല. ദെൻ ഈ യൂസർ മാനേജർ സ്മോൾ ലെറ്റർ ആയതുകൊണ്ട് അത് വേണം നമ്മളിവിടെ റിട്ടേൺ ചെയ്യാനായിട്ട്. ഓക്കെ, അത് സ്മോൾ ലെറ്റർ റിട്ടേൺ ചെയ്യുന്നു. ദെൻ ഇവിടെ റിട്ടേൺ ചെയ്യേണ്ടത് എന്താണ്, ഈ ഇൻ്റർഫേസിനാണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഇൻ്റർഫേസ് ഓൾറെഡി നമുക്കറിയാം അതൊരു റെഫറൻസ് ഡാറ്റ ടൈപ്പാണ്, അതുകൊണ്ട് നമുക്ക് ആ സ്റ്റാറിൻ്റെ ആവശ്യമില്ല. ദെൻ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ കോപ്പി ചെയ്യണം, ഈ മെത്തേഡ്സ് എല്ലാവരും ഇതെല്ലാം ഞാൻ ഇൻ്റർഫേസിൽ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കുള്ളത് യൂസർ ലിസ്റ്റ്. ഓക്കെ, ദെൻ ഗെറ്റ് ഉണ്ട്. ദെൻ അപ്ഡേറ്റ്. Okay, and finally delete. ഓക്കെ, നമ്മളപ്പോൾ ഒരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്തു. കുറച്ച് എറേഴ്സൊക്കെ കാണും, ഇനി ഇതെല്ലാം നമുക്ക് ഫിക്സ് ചെയ്യണം. ഇതിൻ്റെ ആവശ്യമില്ല, ഞാനത് ഡിലീറ്റ് ചെയ്യണം. സോ എറേഴ്സ് ഫിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇതെല്ലാം യൂസർ മാനേജർ നോക്കണം. ഓക്കെ, സോ ഞാനതെല്ലാം ഓരോന്നായിട്ടും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. യൂസർ മാനേജർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ യൂസർ മാനേജർ എന്ന് പറയുന്നത് ഇൻ്റർഫേസ് ആയിട്ട് ഡിഫൈൻ ചെയ്തു. അപ്പോൾ നമുക്കിനി എത്ര ടൈപ്പുകൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഈ മെത്തേഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു യൂസർ മാനേജറായിട്ട് മാറി. അപ്പോൾ ഒരു ഗൂഗിൾ ബേസ്ഡ് യൂസർ മാനേജറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ പുതിയൊരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഗൂഗിൾ യൂസർ മാനേജർ എന്ന് ക്രിയേറ്റ് ചെയ്യാം. സിമ്പിളായിട്ട് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാം. ഗൂഗിൾ യൂസർ മാനേജർ എന്ന് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഈ ഇൻ്റർഫേസുകൾ മൊത്തം നമ്മൾ അതിൽ ഡിഫൈൻ ചെയ്യണം, അത്രേ ഉള്ളൂ. സോ നമ്മുടെ ഇൻ്റർഫേസ് വർക്കിംഗ് ആണ്. നമുക്കിനി വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹാൻഡ്ലറിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ കുറച്ച് എറേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി അത് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം തന്നെ യൂസർ മാനേജർ ഇങ്ങനെയാണ് കൊടുത്തത്, അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അത് ഞാൻ റിമൂവ് ചെയ്യണം. ദെൻ ഇവിടെ നമുക്ക് മാനേജർ ഇങ്ങനെയല്ല റിസീവ് ചെയ്യുന്നത്, ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. സോ നമുക്ക് ഇത് വർക്കിംഗ് ആയിരിക്കണം. കോർണർ റൺ ചെയ്ത് നോക്കാം. അതിനാൽ നമുക്ക് യൂസർ ലിസ്റ്റ് എടുക്കാം. യൂസർ ലിസ്റ്റ് വർക്കിംഗ് ആണ്, പ്രശ്നമൊന്നുമില്ല. യൂസർ ഡീറ്റെയിൽ യൂസർ 3 ആക്ച്വലി യൂസർ 14. ഓക്കെ, യൂസർ 14 അവൈലബിൾ ആണ് ഡാറ്റാബേസിൽ. അത് ഞാൻ ഒന്നുകൂടി റിട്ടേൺ ചെയ്ത് നോക്കാം. ഓക്കെ, അത് വർക്കിംഗ് ആണ്. ദെൻ പാച്ച് APIs വർക്കിംഗ് ആണെന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, പാച്ച് API വർക്കിംഗ് ആണ്. അതേപോലെ തന്നെ നമുക്ക് യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതെല്ലാം വർക്കിംഗ് ആണ്. നെക്സ്റ്റ് നമ്മൾ കോഡ് ചെറുതായിട്ടൊന്ന് റീഫാക്ടർ ചെയ്യാൻ പോകണം. ഞാൻ ഓൾറെഡി കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, ഞാനത് എന്താണെന്ന് കാണിച്ചു തരാം.
ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് യൂസർ എന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിൽ ഹാൻഡ്ലേഴ്സ് ഞാൻ റീനെയിം ചെയ്തു. യൂസർ ഹാൻഡ്ലർ എന്നായിരുന്നു തൊട്ട് മുമ്പ്, അത് ഞാൻ മാറ്റി ഹാൻഡ്ലേഴ്സ് എന്നാക്കി. വേറെ ചേഞ്ചസ് ഒന്നുമില്ല. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് മോഡൽസിലാണ്. മോഡൽസ് തൊട്ട് മുമ്പ് എങ്ങനെയായിരുന്നു, നമ്മൾ GoRMൻ്റെ മോഡലിനെ ഡയറക്റ്റ്ലി ഇവിടെ ഇൻഹെറിറ്റ് ചെയ്തേക്കായിരുന്നല്ലോ. അപ്പോൾ അതിൽ ID ക്രിയേറ്റഡ് അറ്റ് ഈ ദെൻ അപ്ഡേറ്റഡ് അറ്റ് ഡിലീറ്റഡ് അറ്റിൽ ഒരു ഹുക്ക് ഉണ്ട്, ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് നേരെ നമ്മുടെ യൂസർ മോഡലിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഞാൻ ചെയ്ത ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇത് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഈ കുറച്ചും കൂടി കസ്റ്റമൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഞാൻ JSON ഫീൽഡ് ടാഗ്സ് ആഡ് ചെയ്ത് എല്ലാത്തിലും. നേരത്തെ JSON ഫീൽഡ് ടാഗ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇമെയിൽ എന്നുള്ളത് ഇങ്ങനെ ആക്കി. ദെൻ ഫുൾ നെയിം ചേഞ്ച് ചെയ്തു. ദെൻ ഡിലീറ്റഡ് അറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് എപ്പോഴും യൂസറിനെ ലിസ്റ്റ് ചെയ്യുന്നത് ഡിലീറ്റഡ് അറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ അതുകൊണ്ട് JSON ഫീൽഡ് ടാഗിൽ അവിടെ ഹൈഫൺ കൊടുത്തു. അതിൻ്റെ അർത്ഥം അത് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നതാണ്. ദെൻ അപ്ഡേറ്റഡ് ആയിട്ടും ഇതെല്ലാം ഞാൻ ചേഞ്ച് ചെയ്തു. ID ഞാൻ സ്മോൾ ലെറ്റർ ആക്കി. സോ ഇത് നമുക്ക് ഇനി ഇതൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സ്മോൾ ലെറ്ററിലായിരിക്കും എല്ലാവരും വരുന്നത്. ID സ്മോൾ ലെറ്ററിലാണ്, ക്രിയേറ്റഡ് ആയിട്ട് ഫുൾ നെയിം എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം വർക്കിംഗ് ആണ്. സോ അതാണ് ഞാൻ ചെയ്ത ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഞാൻ ചെയ്തൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഡാറ്റാബേസിലാണ്. നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു, database.db എന്നായിരുന്നില്ല, അത് ഞാൻ ചെറുതായിട്ടൊന്ന് റീഫാക്ടർ ചെയ്ത് storage.db എന്നാക്കി. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ മാറ്റി സ്റ്റോറേജ് എന്നാക്കി. അതാണ് മെയിൻലി ചെയ്ത വേറൊരു ചേഞ്ച്. ഞാൻ റീഫാക്ടർ ചെയ്തതെന്ന് പറയുന്നത് റെസ്പോൺസ് എന്ന് പറഞ്ഞ ആ ഒരു ഫങ്ഷൻസ് ആണ്. റെസ്പോൺസ് ഫങ്ഷൻസും അതിൻ്റെ ടൈപ്സും ആണ്. നേരത്തെ അത് user.go എന്ന് പറഞ്ഞ ഫയലിലായിരുന്നു. അത് ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് response.go എന്നാക്കി. അതിലൂടെ ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്തു. സോ നമ്മളതെല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. സോ അതൊക്കെയാണ് മെയിൻലി വരുത്തിയ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ജസ്റ്റ് നമ്മൾ പോയത്തെ ചേഞ്ചസ് എല്ലാം ഒന്ന് കമ്മിറ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ GitHub ഡെസ്ക്ടോപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കോഡ് റീഫാക്ടറിങ്. ഇവിടെ നിങ്ങളൊരു പ്രശ്നം കണ്ടിട്ടുണ്ടാവും. test.db എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിറ്റിലോട്ട് അറിയാതെ ആഡ് ചെയ്തു പോയി. അപ്പോൾ അതിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ .gitignore ഫയലിൽ പോകുക, അതിൽ test.db എന്ന് ആഡ് ചെയ്യുക. ഓക്കെ, പക്ഷെ ഇത് ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തതുകൊണ്ട് നമുക്കിനി അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷെ ഫുള്ള് റിമൂവ് ചെയ്യുക. ഓക്കെ, അതിന് ഈ കമാൻഡ് യൂസ് ചെയ്യുക. ദെൻ നമ്മൾ ഒന്നും കൂടി GitHub ഡെസ്ക്ടോപ്പിലോട്ട് പോകുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിനെ റിമൂവ് ചെയ്തത്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഇനി അതിനെ കമ്മിറ്റ് ചെയ്യാം. കമാൻഡ് ലൈൻ യൂസ് ചെയ്യണവരാണെങ്കിൽ git add സ്പേസ് ഡോട്ട് കൊടുക്കണം ഫുൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നമ്മൾ ഓക്കെ, നമ്മുടെ ഈ ടാസ്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാനിത് പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് മെർജ് ചെയ്യാണ്. നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനി ഫ്രണ്ട് എൻഡായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഇഷ്യൂസ് വരും, നോർമലി വരുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഫ്രണ്ട് എൻഡും കൂടി ഫിക്സ് ചെയ്ത് നമ്മൾ ഡിപ്ലോയ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോഗിൻ ആയിരിക്കും. ലോഗിൻ എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, സോ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്.